പാലും പഴവും കൈകളിലേന്തി. ഇടി വെട്ടിയാൽ പോലും അനങ്ങാനും മിണ്ടാനോ തിരിയാനോ പാടില്ല. സദസ്സിന് വന്ദനം. ബാബു അല്ല ചോട്ട് ആര് ജോക്കിയുടെ ആ അത് ബാബുന്റെ അനിയൻ. ഞാൻ വിളിച്ചിട്ട് വരാം ജോക്കി, ഒരു മിനിറ്റ്. എടാ ചോട്ടു നീ വന്നേ. ജോക്കി ഇതാണ് ചോട്ട് ബാബുന്റെ അനിയൻ. അയ്യോ നിങ്ങൾ ഞങ്ങൾ അകത്തോട്ട് വരാം. ജില്ലാവ് ജോറു കറക്റ്റ് പറഞ്ഞു. എന്താ കത്തിപ്പോയോ? ഹലോ ആ ജോക്കി എന്തിനാ ഇവനെ നോക്കിയിരിക്കുന്നേ? ഞാൻ ആരെ നോക്കി? ഇവൻ എന്നെ നോക്കി നിൽക്കുന്നേ. ഞാൻ ആരെ നോക്കി നിൽക്കുന്നില്ല. ആ ഇതാണ് ചോട്ടിനെ നോക്ക്. ചോട്ടിനടുത്ത് സംസാരിക്കും. ചോട്ടോ ചേട്ടന്റെ വിവരം വല്ലതും ഉണ്ടോ? ചേട്ടൻ എവിടെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? കാണാനേ ഇല്ല. ഒന്നുകൂടെ സംസാരിച്ചേ. പുള്ളി നടിപ്പോയിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും വരാത്തെ. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് ജോറു. അവനല്ലേ? അല്ല ഉറപ്പാണ്. പിന്നെ എങ്ങനെയാണ് സാമ്യമൊക്കെ? ഒരു പാട്ട് പാടിയാണ്. ഒരച്ഛന്റെ മക്കളല്ലേ ജോക്കി, പിന്നെ എങ്ങനെ വരാതിരിക്കുന്നേ? ഒരു പാട്ട് പാടി. പാട്ട് പാടാൻ പറയാനല്ലേ കിട്ടുന്ന. പാലും പഴവും കൈകളിലേന്തി, 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 പാലും പഴവും കൈകളിലേന്തി. ഞാനും ആ മൂടൊക്കെ പിടിച്ചു. അരമണിക്കൂറായിട്ട് ഒരു കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കണം നീ. കുഴപ്പമില്ല. നമ്മൾ അതിന് ഞാൻ അവരുടെ ഫ്രണ്ടിൽ കയറി നിക്കട്ടെ. ചോട്ടു പിന്നെ കാണാൻ. ചോട്ടു കുറച്ച് ചന്ദ്രബോസ് അല്ല ഇതാരാ? ചന്ദ്രബോസ് 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 ഉണരൂ ബോസ്. ബോസ് ചന്ദ്രബോസ്. ആ എന്താ? സെക്കൻഡ്. ജോക്കി വാ കൊട വേണോ ജോക്കി? കൊട വെയിൽ പ്രശ്നമുണ്ടോ? ഗോഡ് ഫാദർ വരുന്നുണ്ടേ. എടുത്തെടുത്ത് പറയണ്ടേ? ലീഡർ ഡ്രോപ്പ് നമ്പർ മിസ്റ്റർ ഇട്ടേക്കണേ. ഓ ദൈവം നമ്പർ വിളിച്ചാലും കൊടുക്കണ്ടെന്ന് ഞാൻ പറയാം. എന്റെ ഫ്രണ്ടിൽ കയറി നടക്കും. ഒരാളെന്റെ നമ്പർ ഒന്ന് ഡ്രോപ്പ് ചെയ്താ മിസ്റ്റർ എക്സിന്. ആരെങ്കിലും ഉണ്ടെങ്കിലോ വെടി വെക്കാനായിട്ട്? എടാ നിങ്ങള് ഗ്യാങ്സിന്റെ കോർണേഴ്സിലോട്ടൊക്കെ നിക്കൂലേ? കൊള്ളാം കേട്ടോ. ഒരു പ്രൗഢിയൊക്കെ ഉണ്ട്. നമ്മൾ ഇത്ര പേരുള്ളൂ. ഓ നിറഞ്ഞു നിക്കുന്നത് എന്താണിത്? ഇതെന്താണ്? ഓറ തന്നെ അല്ലേ? പിന്നല്ലാതെ കേട്ടോ പൊള്ളു കള്ളക്കഴവേറി ഉണ്ടല്ലോ അവന്റെ. ഈ മൂഞ്ചനെയാണോ എനിക്ക് പൂതല ഏൽപ്പിച്ചേക്കുന്നേ? എന്താ ബോബോയ് എടാ ഇത് നമ്മളങ്ങ് ഭയങ്കര എത്ര ഇതാരാടാ തുണിയിട്ട് മൂടിയിരിക്കുന്നേ?
നാണോ അവന് ആ മൂന്നാമത് നിൽക്കുന്നേ ഇവനൊരു മണവാട്ടിയാ തുണി മാറ്ററാ ഞാൻ നിന്നെ പെണ്ണ് കാണാമെന്ന് അറബിയൊന്നും അല്ല കുറെ നേരം എടുത്ത് അല്ലെങ്കിൽ കണ്ണാപ്പി ടീഷർട്ടാണ് നല്ലത് കുറച്ചുകൂടി ഇടുമ്പോ ഒരു കംഫർട്ട്. ജോഗി 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 അല്ല ശരിക്കും ഇവിടെ ജോഗി ഇവിടെ വാ. ദേ അപ്പ- ഗ്യാങ് ലീഡർ എന്നുള്ളൊരു നിലയ്ക്ക് ടെസ്റ്റ് ഇല്ല, ഇങ്ങനെ ദേ അപ്പാപ്പൻ 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 നല്ല രീതിക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ വരാവേ വാസു ഇങ്ങോട്ടൊന്ന് വന്നേ. ഓ വന്നാ ജോഗി വാസു ആണെങ്കിൽ വാസു ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യട്ടെ ഓരോരുത്തരുടെ പേര് പറയാം മനസ്സിലായോ? ഇത് അമ്പത്തൂര് ഇത് ആർക്കും അറിയാം. രണ്ടാമത്തോട്ട് പറ ഇത് മുൻമന്താരം ഇവൻ തുണിയിട്ടവന്റെ പേര് ലക്ഷ്യു LX ഇത് മുച്ചിറി ഇത് കില്ലുവ കില്ല് കയറി ഇത് സ്റ്റീവ് ഇത് വില്ലുമോൻ ഓ ഇത് സ്റ്റീവ് ഇത് 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 കഴുത്തിലിട്ടിരിക്കുന്നത് ആരാ ഇത് ഹെൽമെറ്റ് മാറ്റിയടാ ഡോർക്ക് മംഗലശ്ശേരി പോയാണ് ഇത് അല്ലല്ല ഇത് നമ്മുടെ ടീമൻ ഇത് SRK ഇത് ലോലൻ ഇത് ഏബല് ഇത് മോബി ഇത് ജുഗുറു ഇത് സെക്കൻ ഇത് സ്നൈപ്പ് ഇത് മന്ദാരം അല്ല ഇത് ഇത് അപ്പുക്കുട്ടൻ ഇത് സ്റ്റീവ് സ്റ്റീവ് ഇത് ജൂഡ് ഇതാരാണ് എടാ മക്കളെ അപ്പൊ കണ്ടതിൽ എല്ലാരും സന്തോഷം. ഞാൻ കുറെ പേര് ആദ്യമായിട്ട് കാണും കേട്ടോ ഇതിനകത്ത്. എടാ ബാലൻ എന്ത് ചെയ്യടാ? ബാലൻ ഒരു ചെറിയ ഗ്യാപ്പിലാ ജോക്കി ബാലൻ ചെറിയ ഗ്യാപ്പിലല്ലേ? അതെ അതെ നമുക്ക് അകത്തോട്ട് കയറാം. എല്ലാരും ബോയ്സ് എല്ലാരും അതോട്ടോ എന്താടാ കേട്ടില്ല രസമുണ്ട്. ഹലോ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അണ്ണാ സുഖാണാ? പിന്നെ സുഖമാണ് സുഖല്ലേ? അണ്ണ ഇന്നലെ തരാൻ തന്ന മറ്റേ കൊമ്പിന്റെയും തോലിന്റെ ഇത് തന്നില്ല കേട്ടാ. കൊമ്പിന്റെയും തോലിന്റെയോ? ആ നമ്മുടെ മറ്റേ എന്ത് പറയല്ലോ ഒരു ജോബ് ഉണ്ടായിരുന്നല്ലോ മുമ്പ് ഇവിടെ നമ്മൾ ഡീലിങ്സ് പറഞ്ഞില്ലായിരുന്നോ ഒരു കൊമ്പിന്റെയും തോലിന്റെയും? അല്ല അണ്ണൻ മറന്നത്? ഇല്ല അണ്ണനപ്പൊ മറവി ശക്തി ഉണ്ടണ്ണാ. മറവി ശക്തി മറവി ശക്തി ഉണ്ട്. മറവി രോഗം മറവി രോഗം സോറി അണ്ണാ തിരിഞ്ഞു കേട്ടാ. ഞാൻ സംസാരിക്കുന്ന സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല 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 എടാ ഞാൻ ഒരു ഗ്യാങ് മീറ്റിംഗില്ല ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ മറ്റേ മറക്കല്ലേ പല്ലും കൊമ്പും തോലും. ഓക്കെ നഖം ഓക്കെ നഖം വേണ്ട അണ്ണാ അത് എടുക്കൂല നമ്മള്. ഓക്കെ അണ്ണാ ശരി ശരി ശരി. മാമന്റെ ബർത്ത്ഡേ ആട്ടോ മാമന്റെ ബർത്ത്ഡേ ആണ്. അല്ലല്ല തൽക്കാലം അതിലുണ്ട്. ഇതിവരിങ്ങനെ നിക്കൂ നമ്മൾ രഹസ്യം പറയാൻ പറ്റത്തില്ലല്ലോ. രഹസ്യങ്ങളൊന്നും അവര് ചോർത്തില്ലല്ലേ? ചന്ദ്രു ഇവിടെ വന്നിട്ട് ചന്ദ്രു അണ്ണാ അവസാനം എന്തെങ്കിലും ഇതുണ്ടോ ആ പിള്ളേർ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് ഇല്ല അവിടെ ചന്ദ്രൻ മെമ്പേഴ്സ് ബാക്കിൽ ചന്ദ്രു ബാക്കിൽ ചന്ദ്രു വന്നപ്പോ എല്ലാം പോയല്ല. ഹലോ പേരെന്തായിരുന്നു? മിച്ചു പോപ്സ്. എന്ത് വന്നാലും നിങ്ങളിവിടെ പണിക്ക് പോകുന്ന പിള്ളേരാണെന്ന് ജോക്കി അറിയാൻ പാടില്ല. ഓക്കെ ലാസ്റ്റ് വരെയും ഈ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം. ഇടി വെട്ടിയാൽ പോലും അനങ്ങാനും മിണ്ടാനോ തിരിയാനോ പാടില്ല. കാരണം പുള്ളിക്ക് ചിലപ്പോൾ അതൊക്കെ ഹേർട്ടാവും. ഭയങ്കര പഴയ പിഞ്ച് മനസ്സുള്ള ആളാ. നമ്മൾ പുള്ളി ഇപ്പോഴും ശരിക്കും വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന കമാൻഡോസിനെ പുള്ളിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ധൈര്യം കൂടി പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നൈസായിട്ട് ഇത് അങ്ങനെയൊന്നും പ്രശ്നത്തിനൊന്നും പോണ്ട എന്ന് പറഞ്ഞ നൈസായിട്ട് നിങ്ങൾ തന്നെ പുറകോട്ട് വലിക്കണം. മനസ്സിലായില്ലേ? ആളെ പൊക്കിയിട്ട് നിങ്ങൾ പുറകോട്ട് വലിക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലോട്ട് പോകും. നിങ്ങൾ ഇങ്ങനെ കളിത്തോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അറ്റാക്ക് വന്ന് അപ്പം വീഴും. സത്യം
ഒരു കാര്യം പറയട്ടെ എന്നാ ഇതെല്ലാം ബ്ലാക്ക് മാഫിന്റെ പിള്ളേരാ. അപ്പൊ ഇവർക്ക് കുറച്ച് ദിവസമായിട്ട് നമ്മളൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എത്തിയ സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് എന്തോ ഇച്ചിരിയല്ല അവരുടെ കൂടെ സമയമില്ലായിരിക്കും. പിന്നെ ഞാൻ ഇനി അവരുടെ ബോഡി ഗാർഡായിട്ട് ഞാൻ പോകാൻ പോവാണ് ഇത് കഴിഞ്ഞിട്ട്. നിനക്ക് എങ്ങനെ തോന്നണോ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ പറ്റിക്കാൻ? ആര് ജോക്കിയെ തല്ലുപടിക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ തോക്കും കൊടുത്ത് ഇല്ലാണ്ട് എമ്മാർക്ക് വലിയ ബിസിനസ്സാ. പൊട്ടണതൊക്കെ ഉണ്ട്. വേണ്ടി വന്ന പൊട്ടിക്കുമാര് ചക്കാമാരും മിടുക്കന്മാരൊക്കെ ഉണ്ട് അകത്ത്. ഉലയിലാട്ടിയ അങ്ങനൊന്നും പറയരുതേ. വലുതായിപ്പോ ഞാൻ വന്ന പിള്ളേരെല്ലാം വന്നോട്ടെ. ഓൾമോസ്റ്റ് 50 പേരൊക്കെ നിന്ന് കളിക്കാൻ കളിയണ്ടാ. ഇനി ഇങ്ങോട്ടിട്ട് അടിക്കും എല്ലാത്തിനും അവിടെ. എന്താടാ നിങ്ങളൊക്കെ ഇങ്ങനെ ഡാൻസ് പോടാ അതിന്റെ മോനെ. എടാ വന്നവര് റേഡിയോയിൽ കണക്ട് ചെയ്യാൻ പറ. റേഡിയോയില് എടാ ബാക്കിയുള്ള റേഡിയോ കണക്ട് ചെയ്യടാ. റേഡിയോ നീയാണോ പാട്ടിട്ടെ? ഇതൊക്കെ എന്ത് പാട്ടാണ് ഡസ്റ്റർ? ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംസാരിക്കല്ലേ അതിന്റെ ഇടയ്ക്ക്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അല്ല എനിക്ക് ഷൗട്ട് ഇടാൻ ഞാൻ എന്റെ കീ ഒരു സെക്കൻഡ് ട്രൈ ചെയ്ത് നോക്കിയോട്ടെ. എന്റെ ആ ബട്ടൺ അല്ല, എന്റെ വേറെ ചില സമയത്ത് അത് വർക്ക് ആവില്ല. ഓക്കെ ഇപ്പൊ കേക്കാലോ. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ഗോഡ് ഫാദർ വല്ലപ്പോഴും ആള് വരത്തുള്ളൂ. കാരണം അത് വരാത്തതല്ല, നമുക്കറിയാലോ നമ്മുടെ ബിഹൈൻഡ് ദ ഓപ്പറേഷൻസ് എല്ലാം ഡീൽ ചെയ്യുന്നത് ജോക്കിയാണ്. സോ പുള്ളി അതിന്റെ കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഈ കാണുന്നതെല്ലാം നമ്മുടെ ഗോഡ് ഫാദറിന്റെ കമാൻഡേഴ്സ് ആണ് നിങ്ങളെ ചുറ്റും നിൽക്കുക. സാധാരണ മീറ്റിങ്ങിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബോബോയി മാമൻ അല്ല ബോബോയി കണ്ണാപ്പി അവിടെ സിനിമ എല്ലാം കാണിക്കുന്നുണ്ടോ ആ സൈഡില്? എന്നാ ഇവിടെ ഇവിടെ ടേബിളിൽ തറ ഇവിടെ കുറെ പേര് തറയിലിരിക്കും, സോഫയിൽ ഇരിക്കുള്ളൂ. മറ്റേത് പറഞ്ഞില്ല, നമുക്ക് വേണ്ടിയിട്ടാണ് സ്നൈപ്പേഴ്സിന്റെ കാര്യം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെന്തായിരുന്നു നീ തന്നെ പറഞ്ഞു? അതായത് അണ്ണൂന് കണ്ണിന്റെ ഒരു ഇതുണ്ട്. അപ്പോ നമുക്ക് വേണ്ടിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ സ്നൈപ്പേഴ്സ് ഇമ്പോർട്ട് ചെയ്യാൻ ഷിപ്പിൽ കയറ്റിയിട്ടുള്ളൂ. അപ്പോ അത് നെക്സ്റ്റ് വീക്കോടുകൂടി നമുക്ക് സ്നൈപ്പേഴ്സ് അവൈലബിൾ ആവും. അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് വീക്ക് മാക്സിമം. ഇത് ഓൺലി ഫോർ ടി വി ആയിരിക്കും. എന്തോ വാറിലൊക്കെ എടുക്കാം. ആര് ചോദിക്കാൻ? എന്റെ സർവർ ടിവിക്ക് മാത്രം. അല്ലടാ എല്ലാ വാറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ചില വാറുകളിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ രീതിയിലുള്ള ഇതാണ്. അപ്പൊ നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ച് നാളായി നമ്മൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചത്. ഇന്ന് എന്നിട്ടും നമ്മളെ കുറച്ച് പേർക്ക് എത്താൻ പറ്റിയിട്ടില്ല. കുറച്ച് പേർക്ക് ആശുപത്രിയിലും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മെയിനായിട്ട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കാം. നമ്മൾ ഈയിടെയായിട്ട് PvP-യിൽ നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് നമുക്ക്, മെയിനായിട്ട് PvP ആക്ടിവിറ്റീസിൽ. സോ അപ്പോൾ വീക്കിലി ഇനി ഒരു മിനിമം ഒരു 2-3 സിറ്റുവേഷൻ എങ്കിലും വീക്കിലി സിറ്റുവേഷൻസ് ഉണ്ടാവണം. അപ്പോൾ PvP-യിൽ നമുക്ക് വരുന്ന, അതായത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വേണ്ട പിന്നീടത്തേക്ക് വെക്കുക എന്ന് പറയുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ അതൊന്നും ഇനി ഒഴിവാക്കുന്നില്ല. PvP എടുക്കണം. കാരണം ഇവിടെ PvP കളിക്കുന്ന കുറേ പേർക്ക് സിറ്റുവേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം PvP നമ്മൾ വീക്കാക്കാൻ പാടില്ല. അപ്പോൾ PvP വീക്കിലി ഒരു 2-3 സിറ്റുവേഷൻസ് എങ്കിലും നല്ല റീസണബിൾ ആണ്, നല്ല രീതിയിലുള്ള, അതായത് വൃത്തികെട്ട ചൊറി അവിടെ പോയി ചൊറിയണമെന്ന് ഞാൻ കാണരുത്. അത് ഓൾറെഡി ഞാൻ
കഴിഞ്ഞ മീറ്റിങ്ങിന് നമ്മുടെ ഇവനെ ലോലനുമൊക്കെ ഞാൻ വാണിംഗ് കൊടുത്തതാണ്. സോ അതേപോലത്തെ വൃത്തികെട്ട ചോറി കൊടുക്കരുത്. സോ നല്ല രീതിയിലുള്ള സിറ്റുവേഷൻസ് എടുക്കുക, അത് ഇതാക്കാതെ നമുക്ക് ഇത് കൊണ്ടുപോകണം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റിയിലെ ആക്ടിവിറ്റി ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇടയ്ക്ക് വെച്ച് എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് വന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും കുറയുന്നുണ്ട്. പെണ്ണില്ലാത്ത എല്ലാവന്മാരും ഇപ്പോൾ സിറ്റി കയറുന്നില്ല, പെണ്ണുള്ളവന്മാർ മാത്രമാണ് സിറ്റിയിൽ ഇപ്പോൾ കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരും കൂടെ സിറ്റിയിൽ ആക്റ്റീവ് ആവണം, സിറ്റുവേഷൻസിനൊക്കെ ആക്റ്റീവ് ആവണം. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം, ഇങ്ങോട്ട് സജഷൻ ഒന്നും ആരുടെടുത്തും ചോദിക്കുന്നില്ല. ആൻഡ് വളരെ റീസണബിൾ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഓൾറെഡി എടുത്തതാണ്. ഇനി തൊട്ട് എല്ലാ മന്തും ഗ്യാങ് ഫണ്ട് കളക്ഷൻ ഉണ്ടാവും, എല്ലാ മന്തിൻ്റെയും. അല്ലെങ്കിൽ ചിലപ്പം വീക്ക്ലി നിങ്ങൾക്ക് പറയുന്ന എമൗണ്ടിനെ ഞങ്ങൾ ചിലപ്പോൾ വീക്ക്ലി സ്പ്ലിറ്റ് ആക്കും. ഒരു മാസത്തെ ഗ്രൈൻഡിങ് ടാർഗറ്റ് 35 CR, 35 CR എല്ലാ മാസവും എല്ലാ പ്ലേയേഴ്സും തരണം. ഒരു ദിവസം ഇവിടുത്തെ ആവറേജ് ഗ്രൈൻഡിങ് ടൈം വെച്ച് നോക്കിയാൽ ഒരു ദിവസം 1.5 മണിക്കൂർ മിനിമം, അത്രയും മതി. മാക്സിമം 1.5-1.25 മണിക്കൂറിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് 30 ദിവസം കൊണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. സോ 35 CR ആണ് എല്ലാ മാസവും ഇനി നിങ്ങൾ തരേണ്ട ഗ്രൈൻഡിങ് ടാർഗറ്റ്. ഗ്രൈൻഡ് ചെയ്യണം, ലെവൽസ് കൂട്ടണം. പിടിച്ചു പറിച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചും കൊണ്ടുവരുന്ന എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇനി സംസാരമാണ് RP ആണെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. ഇത് ഭയങ്കര ഫെയർ ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ മിസ്സായാൽ പോലും അടുത്ത ദിവസം നിങ്ങൾക്ക് 1.5-2 മണിക്കൂർ ഇരുന്ന് കിട്ടാവുന്നൊരു കാര്യമേ ഉള്ളൂ. ആൻഡ് ഇത് ഭയങ്കര കുറവാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള. എന്നാലും ഞാൻ ഗ്യാങ് ആക്ടിവിറ്റി പയ്യെ ഇനിഷ്യലി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ടാർഗറ്റ് തന്നേക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പം ഭയങ്കരമായിട്ട് ഇത് കുറവാണ്, ടാർഗറ്റ് കുറവാണ്. അപ്പോൾ 35 CR ഒരു മാസം. അപ്പോൾ അത് ചിലപ്പോൾ വീക്ക്ലി, ചിലപ്പോൾ നമ്മളത് കളക്ട് ചെയ്യും, ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും കളക്ട് ചെയ്യണത്. അത് അതിനനുസരിച്ച് പറയാം. ആൻഡ് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, TV-യുടെ കോ ലീഡർ സ്ഥാനത്തു നിന്ന് ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു മാസത്തേക്ക്. സോ ചന്ദ്രന്റെ റീസെന്റ് ഉള്ള കുറച്ച് ആക്ടിവിറ്റീസ്, കണ്ണാപ്പി ചന്ദ്രന്റെ റീസെന്റ് ഉള്ള കുറച്ച് ആക്ടിവിറ്റീസ്, ഗ്യാങ്ങിന്റെ ഇവിടെ ഡെക്കോറും, ഇവിടെ ഒരു ഹൈറാർക്കിയും, ഇവിടെ ഒരു ഡിസിപ്ലിനും ഉണ്ട്. ആ ഡിസിപ്ലിനെതിരെ ഇനി ആര് ബിഹേവ് ചെയ്താലും ഇത് തന്നെയായിരിക്കും ഡിസിഷൻ ഉള്ളത്. അത് ലീഡറിന്റെ സൈഡിൽ നിന്ന്, ഗോഡ് ഫാദറിന്റെ സൈഡിൽ നിന്നുള്ള ഡിസിഷൻ ഇത് തന്നെയായിരിക്കും. വലിയ തെറ്റൊന്നും ചന്ദ്രൻ ചെയ്തെന്നല്ല പറയണത്, ബട്ട് സ്റ്റിൽ അതൊരു ഗ്യാങ്ങിന്റെ ഡിസിപ്ലിൻ എതിരായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് ചന്ദ്രനെ നമ്മൾ ഒരു മാസത്തേക്ക് കോ ലീഡർ സ്ഥാനത്തു നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതുപോലെ ഈ ഒരു സസ്പെൻഷൻ ടൈമിൽ PD ആക്ച്വലി ചന്ദ്രനെതിരെ ഒരു അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രനെ അവർ കൊണ്ടുപോയേ അടങ്ങും. ഈ വട്ടം എന്തായാലും നമുക്ക് ചന്ദ്രനെ കൊടുക്കാൻ താല്പര്യമില്ല. ചന്ദ്രനെ കൊണ്ടുപോയേ അവന്മാർക്ക് പറ്റുള്ളൂ എന്നുള്ളൊരിതുണ്ടെങ്കിൽ നമ്മളെ അടിച്ചിട്ട് അവന്മാർ കൊണ്ടുപോയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സിറ്റിയിൽ ഉണ്ടാവണം. ചന്ദ്രൻ ഇവിടെ ഉള്ള സമയത്ത് ചന്ദ്രൻ്റെ ഒരു കാര്യം നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതും കൂടി നോക്കണം. ആൻഡ് പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ PD-യുടെ കാര്യം ഞാൻ എതിർത്ത് പറഞ്ഞെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയുകയാണ്. PD-യിലുള്ള ഓഫീസേഴ്സിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യണം. കാണുമ്പോൾ എടാ പോടാന്ന് വിളിക്കാനുള്ള റൈറ്റ് നമുക്കാർക്കും ഇല്ല. നമ്മുടെ സിറ്റിസൺസിനെയും നമ്മുടെയും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ സിറ്റിയിലുള്ളത്. സോ അവരെ കാണുമ്പോൾ ഒരു ബേസിക് റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഇതാണ്. ചാടി കയറി എടാ പോടാന്നും ഇതൊന്നും വിളിക്കില്ല. നിങ്ങളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ചെയ്തോ, കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അതിനകത്ത് കുറേ നല്ല ഓഫീസേഴ്സ് ഉണ്ട്. അല്ലാത്ത പക്ഷം അവരെ കയറി ചുമ്മാ എടാ പോടാന്നും ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഇതാക്കാനും നിൽക്കരുത്. പിന്നെ വേറെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഈ ആക്ടിവിറ്റിയുടെ കാര്യം, അതെല്ലാവരും ഒന്നുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ലോയൽറ്റി പോയിന്റ്സ് വേണം. നമുക്ക് ഈ PvP ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ഈ PvP കിട്ടണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ടർഫ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ സിറ്റിയിൽ ആക്ടിവിറ്റി വേണം, ലോയൽറ്റി പോയിന്റ് വേണം. ഈ ലോയൽറ്റി പോയിന്റ് ഇല്ലാതെ എൻ്റെ അടുത്ത് PvP ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനി ഞാൻ എന്തെങ്കിലും പറയും. അപ്പോൾ കാരണം നിങ്ങൾ ആക്റ്റീവ് ആയാലേ കാർഡ്സ് കിട്ടത്തുള്ളൂ. ആ കാർഡ് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ഇതാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള മെയിൻ കാര്യങ്ങൾ ഇത്രയായിരുന്നു ഒരു മീറ്റിങ്ങിന്. ആൻഡ് ഇത് വരാത്ത മെമ്പേഴ്സിൻ്റെ അടുത്തുകൂടി ഒന്ന് പറഞ്ഞേക്കണം. പിന്നെ അടുത്തത് വേറെ എന്താ, അപ്പാപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനാ വാസവനെ എല്ലാം പറയണ്ടല്ലോ, വാസവൻ തന്നെ കവർ ചെയ്തല്ലോ. അല്ല അപ്പാപ്പനായിട്ട് വേറെ എന്തെങ്കിലും, ഇത് ഗ്രൈൻഡിങ് ടാർഗറ്റ് കൂടുതൽ വല്ലതും ആണോ 35 CR? ഗ്രൈൻഡ് ടാർഗറ്റ് കൂടുതലല്ല, കാരണം ഇതിന് മുന്നത്തെ ഒരു ഗ്രൈൻഡിങ്ങിന് എനിക്ക് തോന്നുന്നു എല്ലാരും അത്യാവശ്യം ട്രക്ക് ജോബ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സുഖമാണ്. കാരണം സിറ്റിയിൽ വെറുതെ നിന്നാൽ പോലും ഒരു 1 CR ഒരു 2 അവർ കിട്ടും അവർക്ക്.
മറ്റേ ഹണി നിന്നാൽ ഇട്ടാലും മതി. അതാ ഹണിയും പാസീവ് ജോബ് ഉണ്ട് വാസുവിനെ. അതായത് അതും വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് പൈസ കിട്ടുന്നുണ്ട്. ഹണി 1 മണിക്കൂറിന് എത്ര കോപ്പി? ഒരു മണിക്കൂറിന് 1 കോടി. വെറുതെ മതി അണ്ണാ, വെറുതെ മതി. അതാ പറഞ്ഞ 1 മണിക്കൂർ നിന്നാൽ അപ്പൊ 30 ദിവസം വെറുതെ നിന്നാൽ തന്നെ 30 കോടി രൂപ കിട്ടും. ആൻഡ് അത് വാസുവിന്റെ ഗ്രൈൻഡിങ് ടാർഗറ്റ് നമുക്ക് 50 കൂട്ടാം കേട്ടോ. ഈ മന്ത് അണ്ടിൽ നെക്സ്റ്റ് മീറ്റിംഗ് 35 ആയിരിക്കും ടാർഗറ്റ്. അത് അനുസരിച്ച് നമുക്ക് പയ്യെ ഇതാക്കിയേക്കാം. പിന്നെ ഒരു കാര്യം അഡ്രസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ TVക്ക് ഹൈറാർക്കി, ഗോഡ് ഫാദർ, ലീഡർ, കോ ലീഡർ അത്രേ ഉള്ളൂ. അതിന്റെ താഴോട്ട് ഗാർഡിയനും കൂടിയനും മറ്റേതൊന്നും ഇല്ല. മനസ്സിലായ? അത് ഇത് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് വെൽ റെസ്പെക്റ്റീവ് ആയിട്ട് ഏൺ ചെയ്തിട്ടുള്ള ഒരു ഗാർഡിയൻ നമുക്ക് ഓൾറെഡി TVക്കകത്ത് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കറന്റ് നമുക്ക് അങ്ങനെ ഗാർഡിയനും അതൊന്നും ഇല്ല. ഈ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഗാർഡിയൻ ആണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തം വരുവാണെങ്കിൽ തുപ്പി തൂറി മുഖത്ത് എഴുതി കൊടുക്കണം കേട്ടല്ല. അങ്ങനെ ഒരു ഹൈറാർക്കി TVക്കകത്ത് ഇല്ല. എന്റെ പേരെന്തിനാ പറഞ്ഞത്? ഞാൻ നിന്റെ പേര് പറഞ്ഞില്ലേ? അവൻ പറഞ്ഞു LX2. പക്ഷെ ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ദിവസം നമ്മള് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ റീസെന്റ് ആണ് സസ്പെൻഷൻ വാങ്ങിച്ചത് ചന്ദ്രനെ. എന്നാലും ഒരു കോ ലീഡർ എന്നുള്ള രീതിക്ക് ചന്ദ്രന് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ചന്ദ്ര സംസാരിക്കാൻ വേണ്ടി വരാം. 17K watching the stream. Let's go. Welcome. മാന്യ സദസ്സിന് വന്ദനം. അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗാഡിയിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ചില ഫേക്ക് ഗാഡിയൻസ് കുറച്ച് നാളായിട്ട് ഇവിടെ നമ്മളാരും ഇല്ലാത്ത സമയത്ത് അധികാരം ഉപയോഗിച്ച് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നടത്തി നിറഞ്ഞു. അതിന്റെ പേരിലാണ് പറയുന്നത്. ഫേക്ക് ഗാർഡിയൻസ് ഒന്നും ഇവിടെ ഇല്ല. കണ്ണാപ്പി എന്തേലും ഗാർഡിയനായിട്ട് എന്തെങ്കിലും ഇതായിരുന്നോ? അങ്ങനത്തെ ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും? പിന്നെ വേറെ പറയാനുള്ളത് സസ്പെൻഷൻ. ഞാൻ ഇതൊരു നല്ലൊരു സസ്പെൻഷൻ ആയി കണക്കാക്കി തെറ്റുകളൊക്കെ തിരുത്തി അല്ലെ അണ്ണാ? അതെ. പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചു വരുമെന്ന് അറിയിച്ചു കൊള്ളുന്നു. നല്ല രീതിയിൽ നമുക്ക് സിറ്റിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ജയ് ഹിന്ദ്. നമുക്ക് മാമന്റെ കാര്യം എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാൻ? സ്ലോട്ട് മാമന്റെ കാര്യത്തിന്റെ സ്ലോട്ടിന്റെ കാര്യമൊക്കെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തോളാം കണ്ണാപ്പി കേട്ടാ. നിന്റെ റെക്കമെൻഡേഷൻ വേണ്ട. സിറ്റിയിൽ ആക്റ്റീവ് ആവുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് നോക്കിയിട്ട് ആക്ടിവിറ്റി നോക്കിയിട്ട് ഞാൻ ചെയ്തോളാം. നിന്റെ സ്ലോട്ട് ആദ്യം നീ പോവാതെ നോക്കിയാൽ മതി. നീ എന്നിട്ട് മതി മാമന്റെ സ്ലോട്ട് ഇതിനകത്ത് ഇടുന്ന കാര്യം. മാമന്റെ അടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സിറ്റിയിൽ എത്ര നാൾ ആക്റ്റീവ് ആവണമെന്ന്. ആക്റ്റീവ് ആവുമ്പോൾ മാമനെ അടുത്ത് സ്ലോട്ട് ഇട്ടോളാം. ഇവനെന്തിനാ മാറിയിരിക്കുന്നേ മാമൻ? മാംസ് മാമന്റെ കാര്യത്തിലുള്ള ഡിസിഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞാണല്ലോ. ഇപ്പൊ കറന്റ് നിന്നെ സ്ലോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ മാമനെ ഇടട്ടെ കണ്ണാപ്പി? അല്ല ഞാൻ ഇടട്ടെ. ഞാൻ ചോദിക്കും. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കണ്ണാപ്പിയെ കൊണ്ട് എന്താണ് ഗ്യാങ്ങിന് ഉപകാരം? അല്ലല്ല അങ്ങനല്ല. കണ്ണാപ്പി ആസേ കൂട്ടുകാരൻ മാമന്റെ നല്ലൊരു ഫ്രണ്ട്. അവന് വേണ്ടിയിട്ട് നിനക്ക്, അതായത് മാമൻ ഈ ഒരു സ്ലോട്ടിൽ കയറി അത് നല്ല രീതിയിൽ വിനിയോഗിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നീ ഇപ്പം പറഞ്ഞത്. അപ്പൊ അല്ലല്ല അങ്ങനല്ല കണ്ണ അങ്ങനല്ല. അത് നിനക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ഇല്ല. ഞാൻ കാര്യമായിട്ട് പറയണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വാസന അത് ഓക്കെ ആണോ? കണ്ണാപ്പി മാമന്റെ അടുത്തുള്ള ഡിസ്റെസ്പെക്ട് കൊണ്ടോ വേറെ ഒന്നും കൊണ്ടല്ല അവനെ ഇവിടെ സ്ലോട്ടില്ലാത്ത ആർക്കും. എന്തെങ്കിലും സ്ലോട്ട് ഉണ്ടെങ്കിൽ ഇടാനാണ്. ഇപ്പൊ 35 ഔട്ട് ഓഫ് 35 പൊക്കോണ്ടിരിക്കുന്നേ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് നിന്ന് ആരെ മാറ്റണ്ടേ അത് പറ. അതാണ് ഞാൻ എന്റെ ചോദ്യം. അപ്പൊ ഇതിനകത്ത് ഓരോരുത്തരും ചോദിക്കുമ്പോ ഞാൻ ഇന്ന് ആക്റ്റീവ് ആവും നാളെ ആക്റ്റീവ് ആവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനപ്പോ അതിൽ നിന്ന് ആരെ എടുത്ത് മാറ്റണം? അവനൊരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നേ. അപ്പോ ഇതിനകത്ത് ഇപ്പൊ കറന്റ്ലി ഉള്ള ലിസ്റ്റിനകത്ത് നിന്ന് ആൾക്കാരെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനത് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഞാൻ ഇപ്പൊ കെവിന്റെ കാര്യത്തിലാണ് ഞാനിപ്പോ ഒരു ഫൈനൽ ഡിസിഷൻ അവന്റെ അടുത്ത് ചോദിക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതോടെ കൺഫേം ആയിട്ട് വേണം എനിക്ക് മാമന്റെ കാര്യത്തിലൊരു ഡിസിഷൻ എടുക്കാൻ. പക്ഷെ മാമൻ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി ഒന്നും സിറ്റിയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. മാമ ഉണ്ടെന്ന് പറയണ എന്താ മാമ? 2-3 ദിവസം നീ ഉണ്ടാവും, അടുത്ത 4 ദിവസം നീ ഉണ്ടാവൂല. ഇതുവരെ നീ നിന്റെ തത്സമയം പോലും റെഗുലർ 10 ദിവസം 15 ദിവസം നിനക്ക് പറ്റിയിട്ടുണ്ടോ?
അത് പറ്റില്ല ഇല്ല ഇല്ല മാമ ഇല്ല ഇത് എല്ലാം ഇല്ല എൻ്റെ അടുത്ത് അങ്ങനെ പറയണ്ട എനിക്കറിയാം കറക്റ്റ് ആയിട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിന്നെ മാത്രമായിട്ട് ഇത് ഇപ്പൊ ഡിസ്കസ് ചെയ്താൽ ഇങ്ങനെ ആവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ മീറ്റിംഗിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാത്തത്. അത് ഈ ബുദ്ധിയില്ലാത്ത വാണമൊക്കെയാണ് ഇത് ഈ സബ്ജക്ട് ഇപ്പൊ എടുത്തിട്ടത്.